ആർ.കെ. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ട്രാവലിംഗ് ടു ആൻ ആർട്ടിസ്റ്റ് ഹോം എന്ന സീരീസിനൊപ്പം തന്നെ ട്രാവലിംഗ് ടു ദ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്ന ഒരു സീരീസ് കൂടി ഈ എപ്പിസോഡ് മുതൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സീരീസ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലുള്ള പള്ളിപ്പുറം എന്ന സ്ഥലത്തുള്ള ടിപ്പു സുൽത്താന്റെ കോട്ടയിലാണ്. 1503 പോർച്ചുഗീസുകാർ കൊച്ചിയെ സംരക്ഷിക്കുവാൻ വേണ്ടി വൈപ്പിൻ ദ്വീപിൽ കെട്ടിയ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും യൂറോപ്യൻ നിർമ്മിതിയുമായ കോട്ട ഇതാണ്. പോർച്ചുഗീസുകാർ അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കോട്ട പിന്നീട് ഡച്ചുകാരും അവരിൽ നിന്ന് ടിപ്പു സുൽത്താനും യുദ്ധത്തിൽ പിടിച്ചെടുത്തതായാണ് പറയപ്പെടുന്നത്. അതിന്റെ അവശിഷ്ടങ്ങൾ കായലിൽ ഉള്ളതായും പഴമക്കാർ പറയുന്നു. കൊച്ചി കോട്ടയുടെ നിർമ്മാണത്തിന് ശേഷം കൊടുങ്ങല്ലൂർ അഴിയുടെ മുനമ്പം കായലിന് അഭിമുഖമായതുകൊണ്ട് തന്ത്രപ്രധാനം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു കോട്ടയുടെ നിർമ്മാണം. ആഴിയുടെ വക്കിൽ ആയതുകൊണ്ട് പള്ളിപ്പുറം കോട്ടയെ അഴിക്കോട്ട എന്നും വിളിച്ചു. അത് വാമൊഴിയിൽ ലോപിച്ച് ആയിക്കോട്ട എന്നും അറിയപ്പെട്ടു. അഷ്ടകോൺ ആകൃതിയിലാണ് കോട്ടയുടെ പ്രധാന കവാടം. ചെത്തിമിനുക്കിയ കരിങ്കല്ല് ഉപയോഗിച്ച് 5 അടി 3 ഇഞ്ച് നീളത്തിലും 7 അടി പൊക്കത്തിലുമാണ് കോട്ടയുടെ വാതിൽ പണിതത്. പുറത്തുനിന്നുള്ള കാഴ്ചയിൽ കെട്ടിടത്തിൻ്റെ ഓരോ മുഖത്തിനും 33 അടി നീളവും 34 അടി പൊക്കവും ഉണ്ട്. പെരിയാറിലൂടെയും അറബിക്കടലിലൂടെയും വരുന്ന നൗകകളെ വീക്ഷിക്കാൻ പോർച്ചുഗീസുകാർക്ക് പള്ളിപ്പുറം കോട്ട ഉപകാരമായി. ആയിരത്തി 1662 കൊച്ചി പിടിച്ചെടുത്ത ഡച്ചുകാരുടേതായിരുന്നു പള്ളിപ്പുറം കോട്ടയും. മൈസൂർ ആക്രമണത്തെ തടുത്തതിന് പള്ളിപ്പുറത്ത് ഒരു മതിലും മറ്റൊരു കോട്ടയും കെട്ടാൻ കൊച്ചി രാജാവ് തിരുവിതാംകൂറിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഡച്ചുകാർ ഇത് എതിർത്തു. 1788 ചേറ്റുവ പിടിച്ച ടിപ്പു സുൽത്താൻ പള്ളിപ്പുറം കൊടുങ്ങല്ലൂർ കോട്ടകൾ തനിക്ക് നൽകാൻ ഡച്ചുകാരോട് ആവശ്യപ്പെട്ടു. തന്ത്രപ്രധാനമായ ഈ കോട്ടകൾ ടിപ്പുവിന് നൽകാതെ 1789 തിരുവിതാംകൂറിന് 3 ലക്ഷം രൂപയ്ക്ക് ഡച്ചുകാർ വിറ്റു. എന്നാൽ ടിപ്പു കോട്ട ആക്രമിക്കുകയും അതിൻ്റെ മേൽക്കൂരകൾ തകർക്കുകയും ചെയ്തു. അതിൻ്റെ അവശിഷ്ടങ്ങൾ കായലിൽ ഉള്ളതായും പഴമക്കാർ പറയുന്നു. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നതിന് ശേഷം പോർച്ചുഗീസുകാർ ഈ കോട്ട പണിയുകയും അവരുടെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ ഇതുവഴി സംരക്ഷിക്കുകയും ചെയ്തു. അതിനുവേണ്ടിയാണ് ഈ കോട്ട പണിതത്. പോർച്ചുഗീസുകാർ യുദ്ധം വരുമ്പോൾ രക്ഷപ്പെടുവാനായി ഒരു തുരങ്കവും നിർമ്മിച്ചു. ഈ തുരങ്കത്തിന് കോട്ടപ്പുറം കോട്ടയും മറ്റു കോട്ടകളുമായി ബന്ധമുണ്ടായിരുന്നു. പീരങ്കികൾ ഉറപ്പിക്കുന്നതിനും നിരീക്ഷണത്തിനും വേണ്ടി ചുറ്റുപാടും ജനൽപ്പാളികൾ കാണാം.
പീരങ്കിയിൽ നിറക്കാനുള്ള വെടിമരുന്ന് സൂക്ഷിക്കുവാനുള്ള സ്ഥലം ഈ തുരങ്കത്തിൽ ഉണ്ടെന്ന് ചരിത്രത്തിൽ പറയുന്നു. പോർച്ചുഗീസുകാർക്ക് ശേഷവും ഈ കോട്ട ഡച്ചുകാരുടെ കയ്യിലായി. ഡച്ചുകാരും ഈ കോട്ട അവരുടെ വാണിജ്യ വ്യാപാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. അക്കാലത്ത് കോട്ടയുടെ അടുത്ത് തന്നെയായിരുന്നു കടലും കായലും. അതുകൊണ്ട് തന്നെ അവരുടെ ഉരു അല്ലെങ്കിൽ കപ്പലുകൾ ഇവിടെ അടുപ്പിക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. പിന്നീട് ഡച്ചുകാരിൽ നിന്നും ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്ത് ഈ കോട്ട പിടിച്ചെടുത്തു. ശേഷം അവരെ നാട്ടിൽ നിന്നും പറഞ്ഞയച്ച് തിരുവിതാംകൂർ കോട്ട കൈവശപ്പെടുത്തുകയും 1964 സംരക്ഷിത സ്മാരകമാക്കുകയും ചെയ്തു. പിന്നീട് ഇത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. ട്രാവലിംഗ് ടു ദ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ മറ്റൊരു സ്ഥലവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.